ആ കേട്ടില്ല അശ്വതി ഇവള് പറയുന്നേ. അവൾക്ക് ഇപ്പോഴെങ്കിലും ജോബിന്റെ അടുത്തേക്ക് പോകാൻ മനസ്സില്ലെന്ന്. എന്നെങ്കിലും ഇവൾക്ക് പോകാൻ തോന്നുന്നെങ്കിൽ അന്നേരം ആലോചിക്കാമെന്ന്. അതിനും ഉറപ്പൊന്നുമില്ലെന്ന്. എന്താ മാളു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. എന്റെ നന്മയാണ് അച്ഛനും അമ്മയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അത് പറ്റില്ല മാളു. നിസ്സാര കാരണത്തിന്റെ പുറത്ത് നീ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നെ ഇന്ന് തന്നെ ഡെയ്സിയുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ ഞാൻ. അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആരും എന്നെ കൊണ്ടുവിടുമെന്നും വേണ്ട, ഞാൻ പൊക്കോളാം. പക്ഷെ അങ്ങനെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആരൊക്കെ എത്ര നിർബന്ധിച്ചാലും മാളു ഇവിടേക്ക് തിരിച്ചു വരില്ല. അതിന് അച്ഛനും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പോറടിയാ. വി പി എന്താ ഇവിടെ ചെയ്യുന്നേ? തനിക്ക് കണ്ടൂടെ, ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ഫയലൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ ഇതാ, ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യായിരുന്നു. അതൊക്കെ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ, സൗകര്യം പോലെ ഞാനെടുത്ത് മാറ്റിക്കോളാം. ആ ജോലി ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ആര് ചെയ്താലും സംഗതി ക്ലീൻ ആയ പോരെ. വി പി അതൊന്ന് സോർട്ട് ചെയ്താൽ ശരിയാവില്ല. ഇങ്ങോട്ട് മാറിക്കേ. അത് വേണ്ട. ഏതായാലും ഈ ഫയലൊന്നും ഞാൻ നശിപ്പിക്കില്ല. അതൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ താൻ തന്നെ ചെയ്തോ. പക്ഷേ ഈ റൂം ക്ലീൻ ചെയ്യുന്ന ജോലി ഞാൻ വിട്ടുതരില്ല. എനിക്കും എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടടോ. ചുമ്മാ ഇരുന്ന് ബോറടിക്കുന്നു. വി പി പുറത്തു പോയിട്ട് ആ ഗാർഡനൊക്കെ നോക്ക്. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് എയർ കിട്ടുമല്ലോ. അത് ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുക. ഇന്ന് ഈ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം. ഈ ബെഡൊക്കെ നിർത്ത് പുറത്തിട്ട് ഉണക്കണം. അല്ലടോ, ഒരു സംശയം. അപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. ഇങ്ങനെ ഫയല് കണ്ടു. അത് പണ്ടായിരുന്നു. പണ്ടോ? എങ്കിലും എനിക്ക് ഓർമ്മ കാണുമല്ലോ. ഇത് 1 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ? അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവളങ്ങനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ മാത്രം എന്തായിരുന്നു പ്രശ്നം? അത് അതിനു വേണ്ടി വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഡിപ്രഷൻ പോലെ തോന്നി. ആ സമയത്തായിരുന്നല്ലോ മാളുവിൻ്റെ വിവാഹമൊക്കെ ശരിയായത്. മാളു കൂടെ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ അപ്പൂന് ആകെ ഒരു ലോൺലെസ് ഫീൽ ചെയ്തു. അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി അപ്പൂനെ കൗൺസിൽ ചെയ്തേ ഉള്ളൂ. അതല്ലാതെ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനിവിടെ ഉള്ളപ്പോൾ അപ്പൂനൊരു ഡോക്ടറെ സഹായം തേടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവൾ അത്രമാത്രം ഡിപ്രസ്ഡ് ആയി കാണുമല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ബി പി കൂടെ പറഞ്ഞിട്ടാ നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതൊക്കെ കഴിഞ്ഞ് അവൾ എപ്പോഴേ ഓക്കെ ആയി. അതെന്തായാലും നന്നായി. അതൊക്കെ അവിടെ വച്ചേക്ക്, ഞാൻ ചെയ്തോളാം. ഊണ് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ വരാം. എടോ, താനിതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അതെ, താനിവിടെ വന്നാൽ ശരിയാവില്ല. ഇറങ്ങ്, ഔട്ട്. ബി പി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നോ, ഇനി താനൊന്നും പറയണ്ട. ഇറങ്ങിക്കേ. ബി പി, ഇനി ഞാൻ വിളിച്ചിട്ട് താൻ ഇങ്ങോട്ട് വന്നാൽ മതി. പൊക്കോ.
ആഹാ, ഞാൻ VP യെ വിളിക്കാൻ വരികയായിരുന്നു. എന്താ വിശപ്പായോ? ഏയ്, വിശപ്പായിട്ടൊന്നുമല്ല. തന്റെ ജോലിയൊക്കെ നേരത്തെ ഒതുങ്ങിക്കോട്ടെ എന്ന് വെച്ചു. അതെന്താ ഇന്ന് അങ്ങനെ ഒരു കൺസിഡറേഷൻ? അല്ല, കുറച്ചു ദിവസമായി താൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യാണല്ലോ. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് ഞാനും പെരുമാറണല്ലോ. എടോ, താൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയല്ലേ, ഇനി താൻ കുറച്ച് റെസ്റ്റ് എടുക്ക്. നമുക്കിവിടെ ഒരു മെയ്ഡിന് വെക്കാം, എന്തു പറയുന്നു? അതൊന്നും വേണ്ട. നമ്മളിപ്പോ രണ്ടുപേരല്ലേ ഉള്ളൂ. ഒരാൾക്ക് ചെയ്യാവുന്ന പണി തികച്ചില്ല. പിന്നെന്തിനാ മെയ്ഡിനെ വെച്ചിട്ട് ഒരു ബാധ്യത കൂടി തലയിലെടുത്ത് വെക്കുന്നത്? അതെ, പിന്നെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. BP അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. താൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഓരോന്നും കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എന്റെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹം? അത് ശരി, അപ്പൊ പതിവായിട്ട് എനിക്ക് സ്നേഹമില്ലെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, സാധാരണ VP ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. താൻ എന്താ പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലെന്നോ? തന്റെ അപ്പൂന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ശ്രദ്ധിക്കാറില്ലേ? അതോ അതൊക്കെ എന്റെ വെറും തോന്നലാണെന്നാണോ? അയ്യോ, തർക്കിക്കാൻ ഞാനില്ലേ. BP അപ്പൂന്റെ എന്റെയും കാര്യത്തില് ഒരുപാട് കെയറിങ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒന്നും ഓർമ്മയില്ലാത്തൊരു പീരീഡും എന്റെ ലൈഫിലുണ്ടല്ലോ. അപ്പൊ എവിടേക്കോ ഒരു കണക്ഷൻ വിട്ടുപോയോ എന്നൊരു തോന്നൽ. അല്ലടോ, ഒരു സംശയം. എന്താ? ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന ഈ ടൈം പീരീഡിൽ നമ്മൾ തമ്മിൽ എപ്പോഴെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? എന്താടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്? ഏയ്, അങ്ങനെ കാര്യമായി പിണക്കം ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടയ്ക്ക് പിണങ്ങുന്നത് പതിവുള്ളതാണല്ലോ. മുൻപ് നടന്ന പിണക്കങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ പിണക്കങ്ങൾക്കൊക്കെ ഏറിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ, മാക്സിമം 1 ദിവസം. അതിൽ കൂടുതൽ നമ്മൾ പിണങ്ങാറില്ലല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ നമ്മൾ തമ്മിൽ ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ സീരിയസ് ആയിട്ട് പിണങ്ങിയോന്നാ ചോദിച്ചത്. എന്താടോ താനൊന്നും പറയാത്ത? എന്താ VP ഇപ്പൊ അങ്ങനെ തോന്നാൻ? അത് ഞാൻ പറയാം. ആദ്യം താൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടോ ഗീത? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. തനിക്കത് ഉറപ്പാണോ? അതേന്നേ, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ പിണങ്ങുന്നേ? അല്ല, ഇപ്പൊ എങ്ങനെ തോന്നാൻ എന്താ കാര്യം? കാര്യം എന്താണെന്ന് എനിക്കും പിടിയില്ല. പക്ഷെ നമ്മൾ തമ്മിൽ അതിഭയങ്കരമായൊരു വഴക്ക് നടന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര വഴക്കെന്ന് പറയുമ്പോ നമ്മൾ തമ്മിൽ പിരിയാൻ വരെ തീരുമാനിച്ചൊരു വഴക്ക്. ഇതൊക്കെ ആരാ VP യോട് പറഞ്ഞത്? ഒക്കെ VP യുടെ വെറും തോന്നലാ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കേ ഉണ്ടായിട്ടില്ല. ആ, എനിക്കും അങ്ങനെ തോന്നുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും മനസ്സിലിങ്ങനെ തോന്നാൻ എന്താ കാര്യം എന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ തമ്മിൽ ഡിവോഴ്സിന് ശ്രമിച്ചതുപോലെ എവിടെയോ ഒരു ഓർമ്മ. പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, അല്ലടോ? ചിലപ്പോഴല്ല, അതൊക്കെ VP യുടെ വെറും തോന്നലാ. അങ്ങനെ ആവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ കൂടി അതിന്റെ കാരണം എന്താണെന്ന് ഇതുപോലെ പെട്ടെന്നൊരു നിമിഷം ഓർമ്മ വന്നേക്കും. എന്തായാലും അങ്ങനൊന്നും ഇല്ലാന്ന് തനിക്ക് ഉറപ്പാണല്ലോ. താനില്ലെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വറിയിടാവേണ്ട കാര്യമില്ലല്ലോ, അല്ലടോ? എടോ, ഞാൻ വെറുതെ ഓരോ ഭ്രാന്ത് പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. താനതൊന്നും കാര്യാക്കണ്ട. കഴിക്കേ.
കേട്ടോ അശ്വതി, വലിയ ശാലയ്ക്കടുത്ത് എന്റെ പരിചയത്തിലുള്ള ഒരു അങ്ങാടി വൈദ്യനുണ്ട്. അയാളോട് പറഞ്ഞ് കുറച്ച് കുങ്കുമപ്പൂവും കസ്തൂരി മഞ്ഞളും വാങ്ങി വെക്കണം. എന്തിനാ അമ്മയ്ക്കിപ്പോ ഈ പ്രായത്തില് കുങ്കുമപ്പൂവും കസ്തൂരി മഞ്ഞളും ഒക്കെ? ഹാ, എനിക്കല്ലടി പെണ്ണേ, നമ്മുടെ മാളൂന. ഇപ്പോഴേ പാലിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്താ കൊച്ചിന് നല്ല തങ്കത്തിന്റെ നിറവായിരിക്കും. നിന്നെ വയറ്റുള്ള കാലത്തെ ഞാൻ കുറെ കഴിച്ചതാ. ഹാ, എന്നിട്ട് ഈ കാണുന്നതാ തങ്കത്തിന്റെ നിറം. ഏ? എന്താ നിന്റെ നിറത്തിനൊരു കുറവ്? നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ അത്ര നിറവും ചന്തവും ഉള്ള ആരുണ്ടടി ഇപ്പോഴും? ആ, ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോഴെങ്കിലും ഞാനൊരിത്തിരി സുന്ദരിയാണെന്ന് അമ്മ അങ്ങ് സമ്മതിച്ചു തന്നല്ലോ. മാളൂന് പിറക്കാൻ പോകുന്നത് പെങ്കൊച്ചായിരിക്കുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. ആഹാ, അമ്മ അതിന്റെ ഇടയ്ക്ക് ചിന്തിച്ച് അവിടെ വരെ എത്തിയോ? അതല്ലടി, നമ്മുടെ ഒരു കുടുംബചരിത്രം വെച്ച് നോക്കുമ്പോ പെങ്കൊച്ചുങ്ങൾക്കാ ഒരു മുൻഗണന. ഞാനും ശാരദയിടത്തെയും ചേട്ടത്തിയനിത്തി മക്കളാണേ. ഞങ്ങളുടെ അമ്മമാർക്ക് ആദ്യം പറഞ്ഞത് പെങ്കൊച്ചുങ്ങളാ. ഞങ്ങൾക്കും അതെ. ആ ഒരു പാരമ്പര്യം നിന്റെ കാര്യത്തിലും കാണാതിരിക്കൂ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ കൊച്ചിനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് വളർത്തണമെന്ന്. എന്റെ അമ്മേ, മാളൂന് 3 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിന്റെ ഇടയില് അമ്മ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വിശ്വസുന്ദരി പട്ടത്തിന് അയക്കാൻ പോവാണോ? നീ എന്നെ കളിയാക്കിക്കും. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും. കുഞ്ഞു പിറക്കുമ്പോ അതിന്റെ നിറവും ചന്തവും ഒക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായിക്കോളും. എന്തായാലും നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ ഞാൻ അയാളുടെ കടയിലൊന്ന് പോകുന്നുണ്ട്. അതെ, മാളുവിന്റെ ആഹാരക്രമത്തിലും അതുപോലൊരു ശ്രദ്ധ വേണം. കൊച്ചിന് ഇപ്പോഴും അങ്ങോട്ട് വിളർച്ച മാറിയിട്ടില്ല. ആ, അത് ഈ സമയത്ത് പെൺകുട്ടികൾക്ക് പതിവുള്ളതാ. മാസാമാസം ചെക്കപ്പിന് ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ അത്ര പ്രയാസമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ആ സമയമാവുമ്പോ ജോബിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞാ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ അയാൾ വന്നില്ലേലും നമുക്ക് കൊണ്ടുപോകാവുന്നതല്ലേ ഉള്ളൂ. ജോബിൻ ശരിക്ക് പിണങ്ങി ഇവിടുന്ന് പോയത്. എന്താ ഈ കുട്ടികൾ ഇങ്ങനെയെന്നാ എന്റെ സങ്കടം. ആ പിണക്കൊന്നും നീ കാര്യമാക്കാൻ നിക്കണ്ട. അവക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ ഇവിടെ നിൽക്കുന്നേ. അതിനിപ്പോ അയാൾ വാശി പിടിക്കുന്ന എന്തിനാ? പെങ്കൊച്ചുങ്ങൾ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോഴാ ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ കൂടുന്നേ. ആരോ വന്നല്ലോ. എത്രയാ? 80. ആ, വരുന്നുണ്ട്. കൊച്ചിനെ കൊണ്ടുപോകാനാണെങ്കിൽ അവക്ക് താല്പര്യമില്ലാതെ നടക്കില്ലെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ആ ടീച്ചറെ വരൂ, ഇരിക്കാം. പിന്നെ എന്തൊക്കെയാ അശ്വതി വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം? ഞങ്ങള് മാളുവിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല. അവള് സുഖമായിട്ടിരിക്കുന്നു. അല്ല, ടീച്ചർ എന്താ വന്നത്? ഞാൻ കരുതിയത് ഇന്നലെ ജോബിന്റെ ഒപ്പം അവളും കൂടെ വീട്ടിലേക്ക് വരുമെന്ന്. പിന്നെയാ അവൾ ഇവിടെ നിൽക്കുകയാണെന്ന് ജോബിൻ പറഞ്ഞത്. എന്താ ഇന്ദിരാമേ എന്നോടൊന്നും മിണ്ടാതിരിക്കുന്നത്? ഓ, ഞാനെന്ത് മിണ്ടാന്? നമ്മൾ അസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാ അതൊന്നും ആർക്കും പിടിച്ചില്ലെങ്കിലോ. ആ, മാളു എവിടെ അശ്വതി? അവള് റൂമിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട അശ്വതി, ഞാൻ പോയി അവളെ കണ്ടോളാം. ടീച്ചറെ, അവളെ കാണുന്നൊക്കെ കൊള്ളാം. പക്ഷെ അവക്കിഷ്ടമല്ലെങ്കിൽ കൂടെ വരാൻ നിർബന്ധിക്കരുത്. ഇന്ന് രാവിലെ കൂടി അവൾ എന്നോട് ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കടത്തിക്കൊണ്ടു പോകാൻ എനിക്കൊരു ഉദ്ദേശവും ഇല്ല. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാളുവിനെ കാണുന്നുള്ളൂ. അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ടീച്ചർ അവളെ പോയി കണ്ടോളൂ. അമ്മ എന്തിനാ ടീച്ചറോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതിനെന്താ കുഴപ്പം? പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. മോൻ വിചാരിച്ചിട്ട് സാധിക്കാത്തത് അമ്മ വിചാരിച്ചാൽ സാധിക്കുമെന്നും പറഞ്ഞ് വന്നേക്കുവാ. കാണാം. മാളു. ആന്റി,
എപ്പ എത്തി? ദാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വന്ന ഉടനെ നിന്നെ കാണാൻ ഇങ്ങു പോരുകയും ചെയ്തു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല ആന്റി. അതെ, സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉം. അശ്വതി ഇന്ദിരാമ ഇവിടെ ഉള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോളൂ എന്ന് എനിക്കറിയാം. ആന്റി ഇരിക്കെ. ഉം. ഞാൻ കരുതിയത് ഇന്നലെ ജോബിനോടൊപ്പം നീ അങ്ങോട്ട് വരുമെന്നാ. എന്താ മാളു നീ അവനോടൊപ്പം വരാതിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള പിണക്കൊന്നും മാറിയില്ലേ ഇനിയും? എനിക്ക് പിണക്കൊന്നുമില്ല ആന്റി. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്ന് കരുതി, അത്രേ ഉള്ളൂ. അതിന് ആന്റിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അത് കൊള്ളാം. നിന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കുന്നതിൽ ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ഇന്ദിരാമ ഒരു വാക്കു പറഞ്ഞു. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെ ഒരു പേടി നിനക്കും ഉണ്ടോ മാളു? ഇന്ദിരാമ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. എന്നാലും നേരിട്ടത് കേട്ടപ്പോ എന്തോ ഒരു വിഷമം തോന്നി. പോട്ടെ, സാരമില്ല. നിന്നെ ബലമായി കൂട്ടിക്കൊണ്ടു പോകാനല്ല ഞാൻ വന്നത്. നീ ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ജോബിൻ രണ്ടാമത് വന്ന് വിളിച്ചിട്ടും ഒപ്പം പോരാൻ നീ തയ്യാറാവാത്തതെന്ന് കുറച്ചൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും മാളു. ജോബിൻ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മോൻ നിന്നോട് ചെയ്ത തെറ്റിന് നേരിട്ട് വന്നൊന്ന് ക്ഷമ പറയണമെന്ന് തോന്നി. അതാ ഞാനിപ്പോ വന്നത്. അയ്യോ ആന്റി, ആന്റി എന്തൊക്കെയാ പറയുന്നത്? ആന്റി എന്നോടല്ല, ഞാൻ അങ്ങോട്ടാ സോറി പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ആന്റി, ഡോക്ടറോടോ ആന്റിയോടോ എനിക്കൊരു ദേഷ്യമില്ല. അങ്ങനെ ആന്റി വിചാരിക്കാൻ ചെയ്യരുത്. പിന്നെ ഞാൻ അങ്ങോട്ട് വരാത്ത എന്താന്ന് ചോദിച്ചാ, ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നാ എനിക്കൊരു പക്ഷേ ഡോക്ടറോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അത് രണ്ട് കൂട്ടർക്കും ഇടയിൽ പിന്നെ ഒരു പ്രശ്നമായി വളരും. അതൊഴിവാക്കാൻ വേണ്ടിയാ ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചത്. ഒരമ്മയുടെ സ്ഥാനമാണ് നീ എനിക്ക് തന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. ആ ഒരു വിശ്വാസത്തിൽ ചോദിക്കുക. ജോബിനോട് ഇനിയും നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ മാളു? അവന്റെ തെറ്റിനെ ന്യായീകരിക്കല്ല. എങ്കിലും അവനിപ്പോ അതിനെക്കുറിച്ച് നല്ല പശ്ചാത്താപമുണ്ട്. നിന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവന് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് ഞാൻ മോൾക്ക് ഉറപ്പ് തരുന്നു. വേണ്ട ആന്റി, അങ്ങനെ ഒരു ഉറപ്പ് ഒരിക്കൽ ഡോക്ടർ തന്നതാ. ആരോ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നിലുള്ള വിശ്വാസ ഡോക്ടർക്ക് നഷ്ടമായത്. അങ്ങനെ സംശയിക്കത്തക്ക ഒരു ഭാര്യയായി ഒരു സ്ത്രീക്ക് എങ്ങനെയാ ആന്റി ഒരു പുരുഷനൊപ്പം കഴിയാൻ പറ്റുന്നത്? ഒരിക്കൽ തോന്നിയ സംശയം ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഡോക്ടർക്ക് തോന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ല മോളെ, അവന് വേണ്ടി അവന്റെ മമ്മിയാ നിന്നോട് വാക്കു പറയുന്നത്. ഇനി ഒരിക്കലും ജോബിന്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു തെറ്റ് ആവർത്തിക്കില്ല. അതുകൊണ്ട് മോള് കഴിഞ്ഞതൊക്കെ മറന്ന് ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. തിരിച്ചു ചെല്ലുമ്പോ നീയും എന്റെ ഒപ്പം കാണുമെന്ന് ഞാൻ അവനോട് വാക്കു പറഞ്ഞിട്ടാ പോന്നത്. ആന്റി ക്ഷമിക്കണം. ഇവിടെ നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉടനെ ഒരു മാറ്റം ഞാൻ ഉദ്ദേശിക്കുന്നില്ല.